മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുനമ്പം സന്ദർശിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ്. കേരളത്തിലെ എംപിമാര് അവര് ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. പാലക്കാട് റിസൾട്ടിന് ശേഷം പാർട്ടിയിൽ ഒരുപാട് പൊട്ടിത്തെറികളൊക്കെയാണല്ലോ. പ്രസിഡന്റ് മാറിയേക്കും, രാജ്യസഭ അറിയിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ് അതില്? ഞാൻ ഈ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഈ നിങ്ങളെല്ലാവരും നടത്തുന്ന ഈ രാത്രിയത്തെ തമാശ പരിപാടികളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും പറയുന്നത് എടുത്തിട്ട് ഒരു തമാശ പരിപാടി വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം ഈ വാർത്തകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ, അത് കഴിഞ്ഞ് ചോദിക്കുന്നത് നിങ്ങൾ, മറുപടി കണ്ടെത്തുന്നത് നിങ്ങൾ, വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ. മാധ്യമപ്രവർത്തകർ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണണം. രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നു, 2 സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര, ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി, ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് നൽകിയ തിരിച്ചടിയാണ്. 2019 ബിജെപി ശിവസേന സഖ്യമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ആ ബിജെപി ശിവസേന സഖ്യത്തിൽ നിന്ന് ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബിജെപിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ എൻസിപിയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട്. പക്ഷേ ദൌർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെ 3 തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ്. ചേലക്കര ചർച്ച ചെയ്യുന്നില്ല, വയനാട് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ചേലക്കരയില് വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വരെ ആൾക്കാരുണ്ട്. അവർക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വേഗരാതില്ല. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കേരളത്തിൽ ബിജെപി വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം. ആ ചർച്ച ചെയ്തോളൂ. ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബിജെപിയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാവിലെ സി കൃഷ്ണകുമാറിനെയും അതോടൊപ്പം സി കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരനും അതോടൊപ്പം തന്നെ എൻ ശിവരാജനും രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിക്കുള്ളിലായിരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ തോറ്റതിന്റെ പ്രശ്നം ഇനി ഞങ്ങളുടെ തലയിൽ വെക്കേണ്ട എന്നാണ് അവർ. അതായത് ഒരു കാര്യം, നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടാണ് അവരെന്ത് ഉത്തരാണ് പറഞ്ഞതെന്ന് ഞാൻ എനിക്കറിയില്ല. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ. അതുകൊണ്ട് അതല്ല, ഞാനത് പൂർത്തിയാക്കട്ടെ. ഞാനത് പൂർത്തിയാക്കണല്ലോ. കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനുള്ള ഒരു അവകാശമില്ലേ. കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തിയെടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും. മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പല ആളുകൾ. കാരണം ബിജെപിയോട് നിങ്ങളുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട്, അതുകൊണ്ട് ബിജെപിയോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയെടുത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോ ബിജെപിയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും 10-40 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിരിക്കട്ടെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും. സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ലുന്നത് നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചും സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും? ചേലക്കരയിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ
അല്ല, ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കേസ്. അതായത് നിലവിൽ സുരേന്ദ്രനെ മാറ്റേണ്ട സാഹചര്യം അല്ല, അതേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന മറുപടി എന്നാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയത് എന്നുള്ളത് പോലത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തോട് സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങ് പ്രസിഡന്റായിരുന്നപ്പോൾ പാർട്ടിക്ക് തൊഴിലുണ്ടായിരുന്നു, അന്ന് രാജിവെക്കേണ്ടിയിരുന്നു എന്ന് പാർട്ടി പറഞ്ഞിരുന്നു എന്നാണ്. അതെയോ? അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്? അല്ല, ഇത് എനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥം മനസ്സിലാവും. അല്ല, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയില്ലെന്ന് തന്നെയാണോ? അല്ല, അതാണ് പറഞ്ഞത്. ഇതെല്ലാം ഈ ഇവിടെ നിന്നിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യാം. അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിൽ നമുക്കൊരു രീതികളുണ്ടല്ലോ. എന്നാലും കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്ന ഒരഭിപ്രായവുമില്ല. അതിനാ ചോദ്യത്തോട് പ്രതികരിക്കുന്നില്ല വി മുരളീധരൻ. മുനമ്പം സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുനമ്പം വിഷയത്തിലും ഒപ്പം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലുമുള്ള പ്രതികരണമാണ് കണ്ടത്.